ഹലോ എവ്രി വൺ, റോഹക് ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ ഭാഗമായ പറമ്പിക്കുളം ടൈഗർ റിസർവിലേതാണ്. പക്മാക് ട്രെയിൽ എന്ന ട്രക്കിങ്ങിൽ കാട്ടിലൂടെ നടക്കുമ്പോൾ ടൈഗർ ഞങ്ങൾക്ക് നേരെ ഗ്രൗൾ ചെയ്തതും പിന്നീട് ആ ടൈഗറിനെ തെരഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു ആനക്കൂട്ടത്തിൻ്റെ അടുത്തെത്തിയതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവിലൂടെ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. 7 മണിക്ക് തുറക്കുന്ന ആനമലൈ ടൈഗർ റിസർവിൽ നിന്നും എൻട്രി ടിക്കറ്റ് എടുത്ത് കേരളത്തിലെത്തണം. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ് കാണിച്ച് ഇവിടെ നിന്ന് എൻട്രി ഫീയും വെഹിക്കിൾ ഫീയും ക്യാമറ ഫീയും അടച്ചു വേണം ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിലെത്താൻ. പക്മാക് ട്രെയിൽ ആരംഭിക്കുന്നത് പെരുവാരിപ്പള്ളം എർത്ത് ഡാമിൻ്റെ അടുത്ത് നിന്നാണ്. ആനപ്പാടിയിൽ നിന്നും ഗൈഡിനെയും കൂട്ടി നമ്മുടെ വണ്ടിയിൽ വേണം അവിടേക്ക് പോകാൻ. ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യത്തെ സൈറ്റിംഗ് ഒരു കൊമ്പനായിരുന്നു. റോഡിൻ്റെ സൈഡിൽ പുല്ലും തിന്ന് നിൽക്കുകയായിരുന്നു അവൻ. ഓൾറെഡി ട്രക്കിങ്ങിന് ലേറ്റ് ആയതിനാൽ അധികം നേരം ഇവിടെ നിൽക്കാതെ മുന്നോട്ട് നീങ്ങി. അടുത്ത സൈറ്റിംഗ് സ്പോട്ടഡ് ഡിയർ ആയിരുന്നു. പറമ്പിക്കുളത്ത് രാവിലെയും വൈകുന്നേരവും ഇവയെ ധാരാളമായി കാണാറുണ്ട്. ഈ ഡാം സൈറ്റിൽ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. കുറച്ചു ദൂരം റോട്ടിലൂടെ നടന്ന് ഞങ്ങൾ കാട്ടിലേക്ക് കയറി. തേക്കിൻ മരങ്ങളും മുളങ്കാടുകളും നിറഞ്ഞൊരു ടെറൈനിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ ഏറ്റവും അധികം ചാൻസ് ഉള്ളൊരു ട്രക്കിംഗ് ആണ് പക്മാക് ട്രെയിൽ. ബസ്സിലും ജീപ്പിലും ഒക്കെ സഫാരി ചെയ്ത് ടൈഗറിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ടൈഗറിനെ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആനിമൽസിനെ കാണാൻ ഏർലി മോർണിംഗ് ട്രക്ക് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ സ്റ്റേ എടുക്കാതെ ട്രക്കിംഗ് മാത്രം ഓപ്റ്റ് ചെയ്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ 9 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. സ്റ്റേ എടുത്താൽ രാവിലെ 7 മണിക്ക് ട്രക്കിങ്ങിന് പോകാൻ സാധിക്കും. സോ നിങ്ങളുടെ ട്രിപ്പ് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഞങ്ങളുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത് 9 മണിക്കാണ്. സാധാരണ പക്മാക് ട്രെയിലിൻ്റെ റൂട്ടിൽ കന്നിമര ടീക്ക് വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം ടൈഗർ ആയതിനാൽ ടീക്കിൻ്റെ ഭാഗത്തേക്ക് പോകാതെ ഞങ്ങൾ നടന്നു. വെയിലുള്ളതിനാൽ ബേർഡ്സിൻ്റെ ആക്ടിവിറ്റി നല്ലപോലെ ഉണ്ടായിരുന്നു. കാറ്റിൽ ആനയുടെ സ്മെൽ നല്ലപോലെ വരുന്നുണ്ട്. അതിനാൽ ഗൈഡ് ശ്രീനിദാസൻ ഞങ്ങൾക്ക് കുറച്ച് മുന്നിലാണ് നടക്കുന്നത്. നമ്മുടെ പ്രസൻസ് ആനിമൽസിന് ഫീൽ ചെയ്താൽ അത് മാറിപ്പോവുകയാണ് ചെയ്യാറ്. പക്ഷേ മുളങ്കാടുകൾക്കിടയിലൂടെ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. 1-2 തവണ ഇവിടെ കരടിയെ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. കാട്ടിൽ നടക്കുമ്പോൾ പേടിക്കേണ്ട ജീവികളിൽ ഒന്നാണ് കരടി. ഓരോ ട്രക്കിങ്ങും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് തരാറുള്ളത്. ഈ ട്രക്കിങ്ങിൽ ഞങ്ങൾക്കുണ്ടായ ഒരിക്കലും മറക്കാനാവാത്ത മൊമെൻ്റാണ് ഇനി കാണാൻ പോകുന്നത്. ഇതിൽ കാണാനുള്ള നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് 2 ഡാം, 2 വ്യൂ പോയിന്റ്, ഒരു കന്നിമര ടീക്ക് എന്ന് പറഞ്ഞിട്ട് 5 പ്ലേസുകളിലേക്കാണ് നമ്മൾ ഈ സഫാരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെളുപ്പിന് പോയതിൻ്റെയാണ്, ഇങ്ങോട്ട് വന്ന് പോയതാണ്. ഇത് ഫ്രഷ് ടൈഗറിൻ്റെ ടെറിട്ടറി മാർക്കിംഗ് ആണിത്. പിന്നീട് ടെറിട്ടറി മാർക്കിങ്സ് ഒന്നും കാണാത്തതിനാൽ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു. ഗൈഡിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അവൻ്റെ ഗ്രൗൾ കേൾക്കുന്നത്. ഇതിലൊരു റിസർവ് റിവർ പോകുന്നുണ്ട്. ട്രക്കിങ്ങിനെ വരുമ്പം ഈ പക്മാക് ട്രെയിൽ തന്നെ ഒരു പുഴ പോകുന്നുണ്ട് സൈഡായിട്ട്. ആ സൈഡിലത്തെ പുഴയിലേക്ക് ഇറങ്ങി നമ്മൾ ഒരു 10-15 മിനിറ്റ് സൈലൻ്റായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈഗർ സൈറ്റിങ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
വളരെ അടുത്തു നിന്നാണ് ആ ശബ്ദം കേട്ടത്. നല്ല ഉച്ചത്തിലായിരുന്നു. പക്ഷേ മൈക്കിൽ അത് ശരിയായി റെക്കോർഡായിട്ടില്ല. വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. ആദ്യമായി ട്രക്കിങ്ങിൽ ചെറിയൊരു പേടി എനിക്ക് തോന്നി. അവൻ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടെന്നൊരു തോന്നൽ. അതായത് നമ്മളിപ്പോൾ സൗണ്ട് കേട്ട സ്ഥലത്തുനിന്ന് അത് പുറകിലേക്കേ പോകത്തുള്ളൂ. നമ്മൾ സംസാരിച്ച സൗണ്ട് കേട്ടത് കൊണ്ടാണ് അത് പുറകിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ തന്നെ വന്ന് പോകും. ഒരു 10-15 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗൗറിൻ്റെ അലാം സൗണ്ട് കേട്ടു. അലാം സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഞങ്ങൾ ടൈഗറിനെ തിരഞ്ഞു നടന്നു. വിസിബിലിറ്റി അധികം ഇല്ലാത്ത ഒരു സ്ഥലത്തിലൂടെയാണ് നടക്കുന്നത്. ഒരു 10 മീറ്റർ അപ്പുറത്ത് ടൈഗർ ഇരുന്നാലും കാണാൻ പറ്റില്ല. നിറയെ കുറ്റിച്ചെടികളുള്ള ഒരു സ്ഥലം. എത്രയും പെട്ടെന്ന് പുഴയിലേക്ക് എത്തുകയാണ് ലക്ഷ്യം. ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്കും ചെറിയൊരു പേടി തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും ഈ ഫിയറും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് ട്രക്കിങ്ങിനെ മെമ്മറബിൾ ആക്കുക. ടൈഗർ പുഴയുടെ ഭാഗത്തുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ഷോർട്ട് റൂട്ട് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിലൂടെ നടക്കേണ്ടതില്ല. ചില സ്ഥലങ്ങളിൽ തീരെ വഴിയില്ല, നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബട്ട് ഞാനിത് നന്നായി എൻജോയ് ചെയ്തു. സാധാരണ നമ്മൾ ട്രക്കിങ്ങിൽ ഒരു ഫിക്സഡ് റൂട്ടിലൂടെയാണ് നടക്കുക. ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണ് റൂട്ട് മാറാറുള്ളത്. പെരിയാർ ടൈഗർ റിസർവിൽ ഒരു ആനക്കൂട്ടം വഴിമുടക്കിയതിനാൽ റൂട്ട് മാറി പോകേണ്ടതായി വന്നിട്ടുണ്ട്. അതും ഇതുപോലെ എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഴയരികിലെത്തി. ഇവിടെ ഞങ്ങളൊരു 15 മിനിറ്റോളം സൈലൻ്റായി മറിഞ്ഞിരുന്നു. ടൈഗർ ഞങ്ങളെ കണ്ട് മാറിപ്പോവണ്ട എന്ന് വിചാരിച്ച്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഈ പുഴയിൽ വച്ച് പലതവണ ടൈഗറിനെ കണ്ടിട്ടുണ്ടെന്ന് ഗൈഡ് പറയുകയുണ്ടായി. ഇതൊരു ചെക്ക് ഡാമാണ്. സമ്മറിൽ കാട്ടിൽ വെള്ളം കുറയുമ്പോൾ അനിമൽസ് ധാരാളമായി ഇവിടെ വരാറുണ്ട്. എന്തായാലും സമ്മറിൽ ഒന്നുകൂടി വരണം. നടന്ന ക്ഷീണമെല്ലാം ഇവിടെ കുറച്ചു നേരം ചെലവഴിച്ചപ്പോൾ ഇല്ലാതെയായി. അത് ടൈഗറിൻ്റെ ആണ്. അതാ മറ്റേ കാട്ടിയില്ലേ, നമ്മൾ കാട്ടുപോത്തെന്ന് പറയുന്ന ഉച്ചരിക്കുന്ന ആ കാട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് അവരൊരു അലേർട്ട് ചെയ്തത് കേട്ടില്ലേ? വേറെ ഒരു രണ്ടാമത്തെ സൗണ്ട്. അതെ, രക്ഷപ്പെടണം പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നതാണത്. മറ്റേ ആ മുരൾച്ച പോലെ ഉള്ളത് കടുവയുടെയും മറ്റത് കാട്ടിയുടെയുമാണ് സൗണ്ട്, രണ്ടെണ്ണം. അപ്പം നമുക്ക് എന്തായാലും കാണാൻ പറ്റിയിട്ടില്ല. അവര് നമ്മളെ കണ്ടു കാണൂല. അവര് നമ്മളെ ആള് കണ്ടിട്ടുണ്ട് നമ്മളെ, അതുകൊണ്ടാണ് ആ സൗണ്ട് ഉണ്ടാക്കാൻ കാരണം. അതെ, നമ്മൾ റോട്ടിൽ കൂടി വരുമ്പോ നമ്മുടെ സൗണ്ട് കേട്ടില്ല, നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് ഇല്ലേ, അത് കേട്ടിട്ടാണ് ആ മുരൾച്ച. പത്മാക്ക് ട്രെയിൽ എന്ന് പറയുന്നതിൽ നമ്മൾ മൊത്തം റോഡാണ് കറങ്ങി കൊണ്ടുപോകുന്നത്. അപ്പോൾ സമ്മർ സീസണിലാണെങ്കിൽ അനിമൽ സൈറ്റിങ് കിട്ടുന്നത് ഈ പുഴ വക്കലാണ്. നമ്മൾ ആ പുഴയിലേക്ക് ഇറക്കും. കന്നിമര തേക്കുമരത്തിൽ നിന്ന് കുറച്ച് ദൂരം പുഴയിലേക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് റോട്ടിലേക്ക് കയറുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ടൈഗർ സൈറ്റിങ് കിട്ടും. അത് കാരണം ഈ ട്രക്കിങ്ങിൽ ഞാൻ കഴിഞ്ഞ വർഷം, ഈ മാസം എന്നല്ല കഴിഞ്ഞ വർഷത്തിൽ ഒരു 4 ട്രിപ്പെങ്കിലും ഇതിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ടൈഗറിനെ. അങ്ങനെ വീണ്ടും നടത്താൻ തുടങ്ങി. 5 മണിക്കൂറായി ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ടയേർഡൊന്നും ആയിട്ടില്ലെങ്കിലും ചെറുതായി വിശക്കാൻ തുടങ്ങിയിരുന്നു. ഓറഞ്ച് കയ്യിലുണ്ടായിരുന്നത് ഞങ്ങൾ 3 പേരും കഴിച്ചു. ഈ ട്രക്കിങ്ങിന് വരുമ്പോൾ ഫുഡ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. മരങ്ങളില്ലാത്ത ഭാഗത്തൂടെ നടക്കുമ്പോൾ നന്നായി ചൂടുണ്ട്. വീണ്ടും ആനയുടെ സ്മെൽ കിട്ടിത്തുടങ്ങി.
ദൂരെ നിന്ന് സാമ്പാടിയന്റെ അലാം കോൾ കേട്ടു. ഒരുപക്ഷെ ഞങ്ങളെ കണ്ടിട്ടാവണം. അങ്ങനെ അവസാനം ഞങ്ങൾ ആനയുടെ അടുത്തെത്തി. അങ്ങ് ദൂരെ മരങ്ങൾക്കിടയിലാണ്. ആന കാണാതിരിക്കാൻ മരത്തിന്റെ മറവിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആന മാറിപ്പോകും. 6-7 എണ്ണമുണ്ട്. മരങ്ങൾക്കിടയിലാണ്. ഞാനും ഗൈഡും കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. രോഹിതേട്ടനാണ് വീഡിയോ ചെയ്യുന്നത്. ആന ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ക്യാമറ തരുന്നില്ല. ഞങ്ങളുടെ മണം കിട്ടിയെന്നാണ് തോന്നുന്നത്. ആന അലേർട്ടായി അവിടെ നിന്ന് മാറാൻ തുടങ്ങി. ഞങ്ങളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ചെറിയൊരു കുട്ടിയുമുണ്ട് ആ കൂട്ടത്തിൽ. ചെടികൾക്കിടയിൽ അതിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. മണം വന്ന ഭാഗത്തേക്ക് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് വാൽ നിവർത്തി ചെവി വട്ടം പിടിക്കുന്നത് കാണാം. അവർ അലേർട്ടാവുകയാണ്. ഞങ്ങൾ സംസാരിക്കാതെ അനങ്ങാതെ നിന്നു. ആനയ്ക്ക് കാഴ്ചശക്തി കുറവാണെങ്കിലും കേൾവിശക്തിയും മണം പിടിക്കാനുള്ള കഴിവും കൂടുതലാണ്. ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവർ അലേർട്ടാവുന്നുണ്ടായിരുന്നു. ട്രക്കിംഗ് ഷൂ ആണ് ഞങ്ങളെ ചതിക്കുന്നത്. ഭയങ്കര സൗണ്ടാണ് ഓരോ സ്റ്റെപ്പിലും ഉണ്ടാവുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ട്രക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്നത്. ഇതിലൂടെ കിട്ടുന്ന ഫീൽ എനിക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല. ആനക്കൂട്ടത്തിന്റെ ഹെഡ് പ്രായം കൂടിയ പെണ്ണാനയായിരിക്കും. മെട്രിയാക്ക് എന്നാണ് പറയുക. പ്രായപൂർത്തിയാകുന്നതുവരെ മാത്രമാണ് ആണാനകൾക്ക് കൂട്ടത്തിൽ സ്ഥാനമുള്ളൂ. എന്നാൽ പെണ്ണാനകൾക്ക് മരണം വരെ കൂട്ടത്തിനൊപ്പം കഴിയാം. ചില പെണ്ണാനകൾ കൂട്ടത്തിൽ നിന്ന് മാറി സ്വന്തമായി കൂട്ടം ഉണ്ടാക്കാറുമുണ്ട്. അതുപോലെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ആണാനകൾ ഒരുമിച്ച് നടക്കാറുമുണ്ട്. പക്ഷെ കുറച്ചു കാലം വരെ മാത്രം. പിന്നീട് മേറ്റിങ്ങിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് തല്ലി പിരിയും. അങ്ങനെ ക്യാമറ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ക്യാമറ കിട്ടിയതും ആനകൾ താഴെയുള്ള പുൽമൈതാനത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. ആന എന്നെ കണ്ടു. ഇനി നിങ്ങൾ അതിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. നമ്മളോട് മാറിപ്പോകാനാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലുള്ളവർ അലേർട്ടായി അവിടെ നിന്ന് മാറിപ്പോയി. കുറച്ചു മാറി അവർ നിന്നെങ്കിലും സമയം വൈകിയതിനാൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഡാം സൈറ്റിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് അതുവരെ ഇല്ലാതിരുന്ന ക്ഷീണമൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. പക്മാക് ട്രെയിൽ 12 കിലോമീറ്ററിൻ്റെ ട്രക്കിംഗ് ആണെങ്കിലും ഇന്ന് അതിൽ കൂടുതൽ ഞങ്ങൾ നടന്നിട്ടുണ്ട്. ആനക്കൂട്ടം കാരണം 3 കിലോമീറ്റർ ചുറ്റിയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് ഞാൻ നടക്കുന്നത്.
ഇത് പെരുവാരിപ്പള്ളം എർത്ത് ഡാമാണ്. ഇവിടെയാണ് നമ്മുടെ പക്മാക് ട്രെയിൽ അവസാനിക്കുന്നത്. ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡാം സൈറ്റിൽ നിന്ന് തിരിച്ച് ആനപ്പാടിയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ മയിലുകളെ. എല്ലാം ആൺമയിലുകളാണ്. ഇത്രയും എണ്ണത്തിന് ഒരുമിച്ച് കാണുന്നത് ആദ്യമായാണ്. നമ്മൾ രാവിലെ കണ്ട കൊമ്പനാണ്. ഇത് കുറച്ച് ദിവസമായി ഈ ഭാഗത്ത് തന്നെ ഉണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. പ്രശ്നക്കാരനൊന്നുമല്ല, വളരെ ശാന്ത സ്വഭാവമാണ്. നീലഗിരി ലങ്കൂർ റോഡിന്റെ നടുക്കിരിക്കുകയായിരുന്നു. വണ്ടി വരുന്ന കണ്ടപ്പോൾ എല്ലാം ഓടി മരത്തേ കയറി, ഒരാളൊഴിച്ച്. അവസാനത്തെ സൈറ്റിംഗ് മെയിൽ ഇന്ത്യൻ ഗൗറായിരുന്നു. ഞങ്ങളുടെ പറമ്പിക്കുളത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.